തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. മത്സരിച്ച 75,627 സ്ഥാനാർത്ഥികളിൽ ഓൺലൈനായി ആകെ 56,173 പേർ കണക്ക് സമർപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ട് സമർപ്പിച്ചവരുടെ എണ്ണം ഉൾപ്പെടാത്ത കണക്കാണിത്. ഓൺലൈനായി സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ട് സമർപ്പിക്കാനും അവസരം നൽകിയിരുന്നു. ഓൺലൈനായും നേരിട്ടും സമർപ്പിച്ച കണക്കുകളും ബന്ധപ്പെട്ട രേഖകളും പരിശോധിച്ച് ജനുവരി 31-നകം കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വർണ്ണാഭമായ ഘോഷയാത്രയോടെ കൗമാരക്കലയുടെ കിരീടമായ സ്വർണ്ണക്കപ്പിനെ വരവേറ്റ് പൂരനഗരി. 5 നാൾ നീണ്ടു നിൽക്കുന്ന കലാപൂരത്തിന് തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. സാംസ്കാരിക നഗരിയുടെ തനിമ വിളിച്ചോതി വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും കലാരൂപങ്ങളും തേക്കിൻകാടിനെ കലയുടെ പൂരാവേശത്തിലേക്ക് ഉയർത്തി. തൃശൂർ റൗണ്ട് ചുറ്റി ഘോഷയാത്ര തേക്കിൻകാട് മൈതാനത്തെ 1-ാം വേദി സൂര്യകാന്തിയിൽ സമാപിച്ചു. കാസർഗോഡ് മൊഗ്രാൽ GVHSൽ നിന്ന് പ്രയാണമാരംഭിച്ച 117.5 പവൻ ഭാരമുള്ള സ്വർണ്ണക്കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണ പര്യടനത്തിന് ശേഷം തിങ്കളാഴ്ചയാണ് തൃശൂരിലെത്തിയത്. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കാണ് സ്വർണ്ണക്കപ്പ് നൽകുക. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വാജിവാഹനം കോടതിയിൽ നൽകി പ്രത്യേക അന്വേഷണ സംഘം. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വാജിവാഹനം നൽകിയിരിക്കുന്നത്. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവരര് കൈവശം വെച്ചിരിക്കുകയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാജിവാഹനം. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതാണിത്. നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായുള്ള ഭവന പദ്ധതിക്കായി കോൺഗ്രസ് ഭൂമി വാങ്ങി. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിൽ 3.25 ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്. KPCC പ്രസിഡന്റ് പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1100 സ്ക്വയർ ഫീറ്റുള്ള വീടും 8 സെന്റ് സ്ഥലവുമാണ് കോൺഗ്രസ് നൽകുക എന്നാണ് സൂചന. വൈകാതെ 2 ഇടങ്ങളിൽ ഭൂമി വാങ്ങും. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്ന് 100 വീടുകൾ നിർമ്മിക്കുമെന്നാണ് വിവരം. പാറശാല പൊഴിയൂരിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. പാറശാല സ്വദേശി മനോജാണ് മരിച്ചത്. പനകയറ്റ തൊഴിലാളിയായ പൊഴിയൂർ സ്വദേശി ശശിധരനാണ് കൊലപ്പെടുത്തിയത്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മനോജും ശശിധരനും തമ്മിൽ ഇന്ന് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നാലെ അത് കൊലപാതകത്തിലേക്ക് എത്തുകയുമായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് മരിച്ച മനോജ്. പാറശാല പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിലും ഇയാളുടെ പേരുണ്ട്.